ഹലോ, എല്ലാവർക്കും ഷാനിംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന്റെ ജസ്റ്റ് ബേസിക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? എന്താണ് എറർ, എന്താണ് ബഗ്, ക്വാളിറ്റി എന്താണ്, പ്രോഡക്റ്റ് എന്താണ്, പ്രോജക്റ്റ് എന്താണ്, അങ്ങനെ കുറച്ച് കുറച്ച് ബേസിക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവാം. അപ്പൊ അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലസ് ഈ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ ബേസിക് തൊട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ബോത്ത് തിയറിറ്റിക്കലി ആൻഡ് പ്രാക്ടിക്കലി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാനലിലെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇത് കണ്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് കാശ് കൊടുത്ത് പഠിക്കേണ്ട ആവശ്യം വരില്ല എന്നുള്ളത് ഞാൻ 100% ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, അപ്പൊ കൂടുതൽ പറഞ്ഞ് ഞാൻ ടൈം കളയുന്നില്ല, നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. ഓക്കെ, ഞാനിത് ബിഗ് സ്ക്രീൻ വലുതാക്കുന്നില്ല, എനിക്ക് ടൈപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ലൈഫുണ്ട്, ജീവിതമുണ്ട്, ജീവനുണ്ട് ഇല്ലേ? നമ്മൾ ഒരാൾ ജനിച്ചു കഴിഞ്ഞിട്ട് ബാല്യകാലം, അത് കഴിഞ്ഞ് കൗമാരകാലം, അത് കഴിഞ്ഞ ഇപ്പോൾ ആള് വലുതായിട്ട് ഒരു യുവാവായിട്ട് മാറി, അല്ലെങ്കിൽ എന്താ പറയാ ഒരു പുരുഷനായിട്ട് മാറി, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു വൃദ്ധനായിട്ട് മാറിയിട്ടുണ്ടാവും, അതിൻ്റെ ലാസ്റ്റ് നമ്മൾ മരിച്ചിട്ടുണ്ടാവും. ഇത് നമ്മുടെ ഒരു ലൈഫ് സൈക്കിളാണ്. മേ ബി ഇനി ആഫ്റ്റർ ഡെത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ വീണ്ടും ആൾ പുനർജനിക്കും, അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. അതെനിക്കറിയില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സൈക്കിളാണ് പോകുന്നത്. ജനനം, കുറച്ച് വലുതാവണം, കുറച്ച് വയസ്സാവണം, നമ്മൾ മരിക്കുന്നു. അങ്ങനെ ഒരു സൈക്കിളാണ് എന്ത് പോകുന്നത്, നമ്മുടെ ലൈഫിൽ പോകുന്നത്. അതേപോലെ ഉണ്ട് എന്തിന്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത്, ഡെവലപ്പ് ചെയ്ത്, ടെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്ത്, അങ്ങനെ കുറെ സ്റ്റെപ്സുകളിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പ്രോസസ്സിനെയാണ് എന്ത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയണത്. എന്ന് വെച്ചാൽ ഒരു മിനിറ്റ്, ഞാനിപ്പോ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഇറ്റ് ഈസ് എ പ്രോസസ് യൂസ്ഡ് ബൈ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ടു ഡിസൈൻ, ഡെവലപ്പ്, ടെസ്റ്റിംഗ് ദ സോഫ്റ്റ്വെയർ. എന്ന് വെച്ചാൽ എന്താ, സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഒരു ക്ലയന്റ് വരുന്നു, ഞാൻ ഫേസസ് കാണിച്ചു തരാം, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ ഫേസസ് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഞാനത് സ്ക്രീൻ വലുതാക്കുന്നില്ല, കാരണം എനിക്കിത് ഇവിടെ ടൈപ്പ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്ക്രീൻ വലുതാക്കുന്നില്ല, ഇങ്ങനെ തന്നെ വെക്കുന്നുള്ളൂ. ഓക്കെ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ ഫേസസ് ആണ് ഈ 6 കൊടുത്തു നോക്കുന്നത്. ഫസ്റ്റ് വൺ, റിക്വയർമെന്റ് അനാലിസിസ്. റിക്വയർമെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാനിപ്പോൾ ഒരു ക്ലയന്റ് ആണ്, നിങ്ങളൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണെന്ന് വിചാരിക്കാം. ഞാൻ ക്ലയന്റ് ആണ്, നിങ്ങൾ സോഫ്റ്റ്വെയർ കമ്പനിയാണ്. എനിക്ക് ഒരു സോഷ്യൽ മീഡിയ ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ വീഡിയോ കോൾ ചെയ്യാനും, മെസ്സേജ് അയക്കാനും, വോയിസ് കോൾ ചെയ്യാനും, ലൈവ് പോകാനും, പോസ്റ്റ് ഇടാനൊക്കെ കൂടി ഒരു ഫേസ്ബുക്ക് പോലത്തെ ഒരു ആപ്പ്, സോഷ്യൽ മീഡിയ ആപ്പ് വേണം എനിക്ക്. ഞാൻ എന്താക്കി, എൻ്റെ ഈ റിക്വയർമെന്റ്, എനിക്ക് വീഡിയോ കോൾ ചെയ്യണം, ലൈവ് പോകണം, വോയിസ് കോൾ ചെയ്യണം, പോസ്റ്റ് ഇടണം, അങ്ങനെ കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ടാവുമല്ലോ. ആ റിക്വയർമെന്റ്സ് കൊണ്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങളുടെ സോഫ്റ്റ്വെയർ കമ്പനിയിലോട്ട് വന്നിട്ട് നിങ്ങളോട് ഞാൻ പറയാണ്, എന്താ എനിക്ക് ഇന്ന റിക്വയർമെന്റ്സ് ഉണ്ട്, എനിക്കൊരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് തരണം, എൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയണം. ഓക്കെ, അപ്പൊ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ, പിന്നെന്താ കളർ ഏതാ വേണ്ട, ലോഗോ ഉണ്ടോ, അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഞങ്ങളുടെ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കും, എൻ്റെ കളക്ട് ചെയ്ത് വെക്കും. അവിടെ എന്താ ചെയ്യണേ, റിക്വയർമെന്റ് കളക്ട് ചെയ്യാണ് ചെയ്യണത്. ഓക്കെ, ക്ലയൻസിൻ്റെ റിക്വയർമെന്റ് കളക്ട് ചെയ്യാണ് ചെയ്യണത്. അതാണ് ഈ സ്റ്റേജിൽ വരുന്നത്. ഏതില്, റിക്വയർമെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞ സ്റ്റേജിൽ വരുന്നത് ക്ലയൻസിൻ്റെ റിക്വയർമെന്റ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റിക്വയർമെന്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താക്കും, ഒരു ചെറിയൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യും. ആ ആപ്പിന്റെ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ, ഫേസ്ബുക്കിന് ഒരു ലോഗിൻ പേജ് ഉണ്ടാവും, ഒരു രജിസ്ട്രേഷൻ, ഫേസ്ബുക്ക് അല്ല ഒരു ആപ്പ്, ആ ആപ്പിന് ഒരു ലോഗിൻ പേജ് ഉണ്ടാവും, രജിസ്ട്രേഷൻ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരു ഡിസൈൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ആ ഡിസൈൻ എന്താക്കും, എനിക്ക് എന്ന് വെച്ചാൽ ക്ലയന്റിന് തന്നെ കാണിച്ചു കൊടുത്തിട്ട് ഡിസൈൻ ഓക്കെ ആണോ, ഇത് ഡിസൈൻ പക്കയാണോ, പെർഫെക്റ്റ് ആണോ എന്ന് ചോദിക്കും. ക്ലയന്റിന് ഓക്കെ ആണെങ്കിൽ എന്താക്കും, അവരത് കോഡ് എഴുതാനായിട്ട് തുടങ്ങും.
നമ്മളിപ്പോൾ വെറുതെ ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ വെറുതെ രജിസ്ട്രേഷൻ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവും. രജിസ്റ്റർ ചെയ്യുമ്പോൾ ഡാറ്റാബേസിൽ പോയി സ്റ്റോർ ആവും വേണം, അല്ലെങ്കിൽ എന്താ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് വേറെ പേജിലോട്ട് പോകും വേണം, ഇല്ലേ? ഓരോരോ പേജിലോട്ട് മാറി മാറി പോകണ്ടേ? അത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താക്കണം? കോഡ് എഴുതണം. അപ്പൊ ഡിസൈൻ എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കോഡ് എഴുതും. ഓക്കെ, ഡെവലപ്പ് ചെയ്യും. ആ പ്രൊജക്റ്റിനെ ഡെവലപ്പ് ചെയ്യും. ഡിസൈൻ എഴുതുന്നത് ആരായിരിക്കും? ഒരു മിനിറ്റ്. ഓക്കെ, എവിടെ പോയി? ഡിസൈൻ ചെയ്യണത് ആരായിരിക്കും? ഡിസൈനേഴ്സ് ആയിരിക്കും. ഡിസൈനേഴ്സ് ക്ലയന്റിന്റെ കൺഫർമേഷൻ ഒക്കെ മേടിച്ചതിന് ശേഷം ആര് ചെയ്യും? ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ കോഡ് എഴുതും, കോഡിങ് ചെയ്യും. കോഡിങ് ചെയ്യണത് ആരായിരിക്കും? ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സ് ആയിരിക്കും കോഡ് എഴുതുന്നുണ്ടായിരിക്കാം. ഓക്കെ, അവർ കോഡ് എഴുതി ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ അവർ ഡെവലപ്പ് ചെയ്തു. ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ടെസ്റ്റിങ്ങിന് കൊടുക്കും, ടെസ്റ്റിങ്ങിന് പറഞ്ഞയക്കും. അത് ടെസ്റ്റ് ചെയ്യുന്നവരാണ് ടെസ്റ്റേഴ്സ്. ആ സോഫ്റ്റ്വെയറിന് ടെസ്റ്റ് ചെയ്യുന്നവരാണ് ടെസ്റ്റേഴ്സ്. നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ് എന്തൊക്കെയാണ്, അവരുടെ അവരെന്താ ചെയ്യണമെന്നുള്ളതൊക്കെ നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കും. പഠിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കും, അല്ലേ? എന്താണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് ഫേസസ് അല്ലേ? ഒരു മിനിറ്റ് കേട്ടോ. SDLC ഫേസസ്. ഫസ്റ്റ് തന്നെ നമ്മൾ എന്താക്കുന്നു? റിക്വയർമെന്റ് കളക്ട് ചെയ്യണം. ഓക്കെ, റിക്വയർമെന്റ് അനാലിസിസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആ കളക്ട് ചെയ്ത റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ഒരു ഡിസൈൻ പ്രിപ്പയർ ചെയ്യണം. ഡിസൈൻ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് കോഡ് എഴുതണം, ഡെവലപ്പ് ചെയ്യണം. ഡെവലപ്പ് ചെയ്തതിന് ശേഷം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ടെസ്റ്റിങ്ങിനായിട്ട് ടെസ്റ്റേഴ്സിന്റെ കയ്യിൽ കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു. ടെസ്റ്റേഴ്സ് എന്താക്കണു? എല്ലാ കാര്യങ്ങളും ഫംഗ്ഷനാലിറ്റി ഒക്കെ കറക്റ്റ് ആണോ, റിക്വയർമെന്റ് ഒക്കെ എല്ലാം അതിൽ കംപ്ലീറ്റ് ഉണ്ടോ? അപ്പൊ അവർ ടെസ്റ്റിംഗ് അവരുടേതായ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ടെസ്റ്റിംഗ് ഓക്കെ ആണെങ്കിൽ എന്താക്കും? ഡീപ്ലോയ് ചെയ്യാനായിട്ട് കൊടുക്കും. ഡീപ്ലോയ് ചെയ്യാന്ന് വെച്ചാൽ ഹോസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കും. പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ഡൊമൈനിലോ സെർവറിലോ എവിടെയാന്ന് വെച്ചാൽ ഹോസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കും, ഡീപ്ലോയ് ചെയ്യാനായിട്ട് കൊടുക്കും. ഓക്കെ, അതാണ് ഡീപ്ലോയ്മെന്റിൽ ചെയ്യണത്. ഡീപ്ലോയ്മെന്റ് ചെയ്യണത് ഒന്നിങ്ങനെ പ്രൊജക്ട് മാനേജേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ടീം ലീഡ് ഒക്കെ ആയിരിക്കും. ഓക്കെ, ഡീപ്ലോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഫേസ് ആണ് എന്ത്? മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡീപ്ലോയ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഡീപ്ലോയ് ചെയ്തിട്ട് നമ്മൾ ക്ലയന്റിനെ വിളിച്ചിട്ട് പറയുന്നത്, നിങ്ങളുടെ സോഫ്റ്റ്വെയർ റെഡി ആയിട്ടുണ്ട്, ഇന്ന ലിങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് ആ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കും. അവർ എന്നുവെച്ചാൽ ആ സോഫ്റ്റ്വെയർ പിന്നീട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ആ സോഫ്റ്റ്വെയർ പബ്ലിക്കിലോട്ട് എത്തി, പബ്ലിക് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പൊ ഫേസ്ബുക്ക് നമ്മുടെ വന്ന് നമ്മൾ എല്ലാവരും ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നല്ലോ, അല്ലേ? ആ ടൈമില് ഇനി അവർക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ഇനി അപ്ഗ്രഡേഷൻ ചെയ്യണം, പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ബഗ് വന്നു, ആ ഒരു ഫേസ് ആണ് എന്ത്? മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. മെയിൻ്റെനൻസ് എന്ന് പറയുകയാണെങ്കിൽ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ബഗ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അപ്ഗ്രേഡ്, ഓക്കെ, ദെൻ പറയുന്നത് എൻഹാൻസ്മെന്റ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ അത് ഒന്ന് ഫസ്റ്റ് തൊട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഫസ്റ്റ് നിങ്ങൾ എന്താക്കണു? ഒരു ക്ലയന്റ് വരും. ഓക്കെ, ഒരു ക്ലയന്റ് ഉണ്ട്, ABC എന്ന് പറഞ്ഞ ഒരു ക്ലയന്റ് ഉണ്ട്. ആ ക്ലയന്റിന് ഒരു സോഷ്യൽ മീഡിയ ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. എന്താണ്? ഒരു സോഷ്യൽ മീഡിയ ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. അവരെന്താക്കും? ഷാനിംസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ IT ഫേം ആണ് കേട്ടോ ഇത്. IT ഫേമിനെ അപ്രോച്ച് ചെയ്തിട്ട് പറയും, എനിക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ആപ്പ് ക്രിയേറ്റ് ചെയ്യണം, ഇന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ റിക്വയർമെന്റ്സ് പറയും. ആരോട്? IT ഫേമിനോട് അവരുടെ റിക്വയർമെന്റ്സ് പറയും. ആ റിക്വയർമെന്റ്സ് കളക്ട് ചെയ്തിട്ട് ആര് കളക്ട് ചെയ്യും? IT ഫേം കളക്ട് ചെയ്യും. കളക്റ്റഡ് ബൈ IT ഫേം. കളക്ട് ചെയ്യും. എന്തെല്ലാം കാര്യങ്ങളൊക്കെ അവർക്ക് വേണം എന്നൊക്കെ അവർക്ക് നോട്ട് ചെയ്ത് വെക്കും. നോട്ട് ചെയ്ത് വെച്ചിട്ട് അവർ എന്ത് ചെയ്യും? ഡിസൈൻ ചെയ്യും. ഓക്കെ,
ആ അവർക്ക് അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് ആ സോഷ്യൽ മീഡിയ ആപ്പിനെ ഡിസൈൻ ചെയ്യും. അത് ചെയ്യണത് ആരാണ്? ഡിസൈനേഴ്സ് ആണ്. ഓക്കെ. ഡിസൈൻ ചെയ്തതിന് ശേഷം അവരെന്താക്കും? എഗെയിൻ ക്ലയന്റിനെ, എ ബി സി എന്ന് പറഞ്ഞ ക്ലയന്റിന്, എ ബി സിയുടെ പേര് ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ കേട്ടോ, ക്ലയന്റിന് കാണിച്ചു കൊടുത്തിട്ട് അവർ കൺഫർമേഷൻ മേടിക്കും. ക്ലയന്റിന് കാണിച്ചു കൊടുത്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ കൺഫർമേഷൻ മേടിക്കും, ഓക്കെ അല്ലെങ്കിൽ എഗെയിൻ അവർ റീഡിസൈൻ ചെയ്യും. ഓക്കെ. കൺഫർമേഷൻ മേടിച്ചു കഴിഞ്ഞിട്ട് അവരെന്താക്കും? കോഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഏത്? അവരെന്ന് പറയുന്നത് ഈ IT കമ്പനിക്കാരാണ് കേട്ടോ. കോഡിങ് സ്റ്റാർട്ട് ചെയ്യും. ആ കോഡിങ് ചെയ്യണത് ആരാണ്? ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സ് എന്നാണ് അവരെ പറയാ. കോഡിങ് ചെയ്യണ ആൾക്കാരെ, അവരെ ആ ഡിസൈനിനെ കോഡ് എഴുതും. അങ്ങനെ കോഡിംഗ് ഒക്കെ ചെയ്തിട്ട് അവർ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോഫ്റ്റ്വെയർ ഡെവലപ്ഡ്. ഓക്കെ. കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും സോഫ്റ്റ്വെയർ. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് അവരെന്ത് കൊടുക്കും? അവരെന്താക്കും? ടെസ്റ്റിങ്ങിനായിട്ട് ടെസ്റ്റേഴ്സിന്റെ കയ്യിലോട്ട് കൊടുക്കും. ഓക്കെ. ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ടെസ്റ്റേഴ്സിന്റെ കയ്യിൽ കൊടുക്കും. ടെസ്റ്റേഴ്സ് അവർ ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ എന്താക്കും? ഓക്കെ ആണെങ്കിൽ അവരത് TMനോട് അല്ലെങ്കിൽ ടീം ലീഡറിനോട് പറയും അത് ഓക്കെ ആണ്, ഡിപ്ലോയ് ചെയ്തോളൂ, കുഴപ്പമില്ല എന്ന് പറയും. അതാണ് എന്ത്? ഹോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിപ്ലോയ്മെന്റിൽ വരുന്നതാണ് എന്ത്? ഹോസ്റ്റിംഗ്. ഓക്കെ. ഹോസ്റ്റിംഗിന് ശേഷം നമ്മൾ ക്ലയന്റിനോട് പറയും, അവർക്ക് അവരുടെ ആ സൈറ്റിന്റെ ലിങ്ക് അയച്ചു കൊടുക്കും. ഇതാണ് ലിങ്ക്, നമ്മൾ ഇതിൽ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ക്ലയന്റിന് അയച്ചു കൊടുക്കും. ദെൻ ക്ലയന്റ് അത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴെങ്കിലും അവർക്ക് അതിൽ എന്തെങ്കിലും ഒരു പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയതായിട്ട് പുതിയ വേർഷൻ അപ്ഗ്രേഡ് ചെയ്യണം, അതല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ബഗ് വന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ. ഞാൻ പറഞ്ഞത് ഒന്ന് ക്ലിയർ ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചാലേ നമുക്ക് ഇനി വരണ ടോപ്പിക്സുകൾ മുഴുവൻ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. ഫസ്റ്റ് ഒരു ക്ലയന്റ്, ഞാൻ ഒരു കഥ പോലെ പറഞ്ഞുതരാം. ഒരു ക്ലയന്റ് വന്നു, ABC എന്ന് പറഞ്ഞൊരു ക്ലയന്റ് ആണ്, ഞാനാണ് ABC എന്ന് പറഞ്ഞ ക്ലയന്റ്. എനിക്കൊരു സോഷ്യൽ മീഡിയ ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഷാനിം സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IT കമ്പനിയെ പോയിട്ട് ഞാൻ അപ്രോച്ച് ചെയ്തു. അത് ഞാൻ അവരോട് എൻ്റെ റിക്വയർമെന്റ്സ് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവര് എൻ്റെ റിക്വയർമെന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അവരെന്താക്കി? അതിനനുസരിച്ച് ഒരു ഡിസൈൻ അവർ പ്രിപ്പയർ ചെയ്തു. ആ ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്ന ആരായിരിക്കും? അവിടുത്തെ ഡിസൈനേഴ്സ് ആയിരിക്കും. ഓക്കെ. ആ ഡിസൈൻ പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് അവർ കാണിച്ചു തന്നു, എൻ്റെ കൺഫർമേഷൻ എടുത്തു, ഡിസൈൻ ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ അല്ലെങ്കിൽ അഗെയിൻ അവർ റീഡിസൈൻ ചെയ്യും, എന്നിട്ട് അഗെയിൻ എനിക്ക് കാണിച്ചു തരും, ഞാൻ ഓക്കെ ആണെന്ന് പറയും, കൺഫർമേഷൻ എടുത്തു. ആ ഡിസൈനിങ് സ്റ്റേജ് കഴിഞ്ഞിട്ട് അവർ അടുത്തത് എന്ത് സ്റ്റാർട്ട് ചെയ്യും? കോഡിങ് സ്റ്റാർട്ട് ചെയ്യും. ആ ഡിസൈൻ ചെയ്തതിനെ അവർ ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് ചെയ്യുന്നത് ആരായിരിക്കും? പ്രോഗ്രാമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് ആയിരിക്കും. ഓക്കെ. അവരെന്നിട്ട് എന്താക്കി? ആ സോഫ്റ്റ്വെയർ, ആ സോഷ്യൽ മീഡിയ ആപ്പ് എന്താക്കണു? സോഷ്യൽ മീഡിയ ആപ്പ് അവരെന്താക്കി? അവരത് ഡെവലപ്പ് ചെയ്തു. ഡെവലപ്പ് ചെയ്തതിന് ശേഷം ആ ആപ്പ് അവർ ആർക്ക് കൊടുത്തു? ടെസ്റ്റേഴ്സിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. ടെസ്റ്റേഴ്സ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി അതിൽ എറർ ഒന്നും ഇല്ല എങ്കിൽ അവർ ഓക്കെ പറഞ്ഞ് കൺഫർമേഷൻ പറഞ്ഞ് എന്താക്കും? PM അല്ലെങ്കിൽ ടീം ലീഡ് ആരാണോ അവിടെ ഡിപ്ലോയ് ചെയ്യണത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഡെവലപ്പേഴ്സ് തന്നെ ചില കമ്പനീസിൽ ചെയ്യുന്നവരും ഉണ്ട്, അവരത് എന്താക്കും? ഡിപ്ലോയ് ചെയ്യും. ഡിപ്ലോയ് ചെയ്യാന്ന് വെച്ചാൽ ഹോസ്റ്റ് ചെയ്യും സെർവറിലോട്ട് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോട്ട്. ഇപ്പൊ ആപ്പ് ആണല്ലോ, അപ്പൊ അത് പ്ലേ സ്റ്റോറിലോട്ട് കൊണ്ടിടും. എന്നിട്ട് എനിക്ക് അവരെന്താക്കും? ആ ലിങ്ക് അയച്ചു തരും, പ്ലേ സ്റ്റോറിന്റെ ആ ലിങ്ക് അയച്ചു തരും. ഇതാണ് ആപ്പ്, ഇവിടെ നമ്മൾ ലിങ്ക് ഇതാണെന്ന് പറഞ്ഞിട്ട് ലിങ്ക് അയച്ചു തരും. ഞാൻ എന്നിട്ട് അത് യൂസ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങും. ഓക്കെ. ഞാൻ മാത്രമല്ല, പബ്ലിക്കും യൂസ് ചെയ്യും അല്ലേ? അപ്പൊ എല്ലാവരും ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞു. അതിൽ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ, ഒരു ദിവസം നോക്കിയപ്പോൾ ഒരു ബഗ് വന്നു. ഒരു ചെറിയൊരു ഹാങ് ആവുന്നു പെട്ടെന്നത്, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ചില കാര്യങ്ങൾ എന്തോ പറഞ്ഞത് മിസ്സിങ് ആയി, അതിൽ എന്തോ വർക്ക് ആവുന്നില്ല. അതൊക്കെ ഒരു ബഗ്ഗാണ്. അപ്പൊ ബഗ് ഞാൻ പറയും, ഇങ്ങനെ ഒരു ബഗ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് ഈ മെയിൻ്റെനൻസ് സ്റ്റേജിൽ നമുക്ക് പറയാം. ഈ അത് ആ പറയുന്ന സ്റ്റേജ് ആണ് അല്ലെങ്കിൽ ഫേസ് ആണ് എന്ത്? മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇവിടെ എനിക്ക് പുതിയൊരു വേർഷൻ, എൻ്റെ ആപ്പിന്റെ പുതിയൊരു വേർഷൻ വേണമെങ്കിൽ, അപ്പൊ അതിനെയാണ് നമ്മൾ അപ്ഗ്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതല്ല, എൻഹാൻസ്മെന്റ് ആണെങ്കിൽ എനിക്കിപ്പോൾ ഞാനിപ്പോൾ വീഡിയോ കോളും വോയിസ് കോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിപ്പോൾ അതിലെന്ത് വേണം? ഗ്രൂപ്പ് വീഡിയോ കോളും കൂടി വേണം. ഓക്കെ, അപ്പൊ അതൊരു പുതിയൊരു ഫീച്ചറാണ് അല്ലേ? അപ്പൊ അത് നമുക്ക് എൻഹാൻസ്മെന്റിൽ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, റിപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ ക്ലയന്റ് പറയണം, ക്ലയന്റിന് ഇങ്ങനെ ഒരു ഫീച്ചർ വേണമെങ്കിൽ അങ്ങനെ പറയണത് എന്താണ്? എൻഹാൻസ്മെന്റ് എന്നാണ്. അല്ല, പുതിയൊരു വേർഷൻ തന്നെയാണ് വേണമെങ്കിൽ എന്താണ്? അതിനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതാണ് SDLCയുടെ ഫേസസ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു ഫേസസ്? റിക്വയർമെന്റ് അനാലിസിസ്, ഡിസൈൻ, ഡിപ്ലോയ്മെന്റ് ഓർ കോഡിംഗ്, ടെസ്റ്റിംഗ്, സോറി ഡെവലപ്മെന്റ് ഓർ കോഡിംഗ്, ടെസ്റ്റിംഗ്, ഡിപ്ലോയ്മെന്റ് ആൻഡ് മെയിൻ്റെനൻസ്. ഈ 6 സ്റ്റേജ് ആണ് SDLC ഫേസസിൽ വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇത് പോയിന്റ്സ് ഇട്ടിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ഞാൻ എന്താക്കാം, നമ്മുടെ ലിങ്ക്ഡിൻ പേജിൽ ഞാൻ പബ്ലിഷ് ചെയ്യാം. അപ്പോൾ അത് ഇന്ന് ഞാൻ ചെയ്തു എന്ന് വരില്ല, എങ്കിലും ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? SDLCയുടെ ഫേസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇത്രയും മതി. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് SDLCയുടെ മോഡൽസ് കവർ ചെയ്യാം. ഓക്കെ.